നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പടയണി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് പടയണി അല്ലെങ്കിൽ പടേനി എന്നൊക്കെ ഉള്ള ഒരു പദം അല്ലെങ്കിൽ ഒരു കലാരൂപത്തെക്കുറിച്ച്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലയാണ് ഈ പടയണി എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പ്രാചീന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ, അതായത് ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്നുള്ളത്. മാത്രമല്ല, നാടക സ്വഭാവം ഉള്ള ഒരു കലയാണ് ഈ പടയണി. വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഈ കലാരൂപം നടത്തി വരാറുള്ളത്. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനതയെയും വസൂരി മുതലായ മഹാരോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ടാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. അതിനാൽ തന്നെ നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം ഈ പടയണി എന്ന ഈ അനുഷ്ഠാന കലാരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് പടയണി എന്ന ഈ കലാരൂപത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് നമുക്കതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് കടക്കാം. കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. പടയണി എന്നും ഇതിന് വിളിപ്പേരുണ്ട്. നാടക സ്വഭാവം ഉള്ള കലയാണിത്. വിളവെടുപ്പിനോടനുബന്ധിച്ച് ആണ് ഇത് നടത്തി വരുന്നത്. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായാണ് ഇത് നടത്തി വരുന്നത് എന്നതിനാൽ നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണുവാനാകും. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ് ഇതിൻ്റെ അവതരണ രീതി. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, കാവുകളിൽ എന്നിവിടങ്ങളിലാണ് പടയണി നടക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ പടയണി നടത്താറുണ്ട്. കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കടമ്മനിട്ട പടയണി ഗ്രാമം കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ്. വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി ഇതിന് സാമ്യവുമുണ്ട്. വസൂരി പോലെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദേവീപ്രീതിക്കായി മറുതക്കോലവും, ഇഷ്ടസന്താനലാഭത്തിന് ദേവീപ്രസാദത്തിനായി കാലാരിക്കോലവും, രാത്രികാലങ്ങളിലെ ഭയം മൂലമുണ്ടായിത്തീരുന്ന രോഗങ്ങളുടെ ശമനത്തിനായി മാടൻ കോലവും കെട്ടുന്നു. യുദ്ധവിന്യാസത്തെ കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി അഥവാ പടേനി. പ്രാചീന കാലത്തെ അനുഷ്ഠാനങ്ങൾ. പ്രാചീന കാലത്തെ ഗണക സമുദായത്തിലെ ഒരു വിഭാഗമായിരുന്ന കണിയാന്മാർ ആചരിച്ചിരുന്ന സമാനമായ ഒരു നൃത്തരൂപത്തിൽ നിന്നാണ് പടയണി ഉത്ഭവിച്ചതെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പ്രേതബാധയൊഴിപ്പിക്കാനുള്ള രീതിയിലായിരുന്നു ഈ മതാനുഷ്ഠാനം. പ്രേതബാധയുണ്ടെന്ന് സംശയിക്കുന്ന രോഗി പിണിയാൾ എന്നാണ് വിളിക്കുക. കോലങ്ങൾ ധരിച്ച നർത്തകരുടെ നടുവിൽ പിണിയാളെ ഇരുത്തുന്നു. മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ നർത്തകൻ കോലം തുള്ളുകയും ചെയ്യും. ഇന്നും കോലം തുള്ളലിൽ ഗണകർ അഗ്രഗണ്യരാണെന്നത് ഈ കലാരൂപം ആദിയിൽ ഗണക വിഭാഗത്തിലെ ആളുകൾ നടത്തിയിരുന്ന കോലം തുള്ളലായിരുന്നു എന്നതിൻ്റെ തെളിവാണെന്നും മിക്ക പണ്ഡിതന്മാരും കരുതുന്നു. കളരി ആചാര്യന്മാരായിരുന്ന കണിയാർ പണിക്കർമാരും ശിഷ്യന്മാരായ നായർ യുവപടയാളികളും നടത്തിയിരുന്ന അഭ്യാസ പ്രകടനം, അതായത് പടശ്രേണി, ആ അഭ്യാസ പ്രകടനത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ആധുനിക കാലത്തെ പടയണി നൃത്തത്തിൽ നായർ സമുദായക്കാരാണ് അഭിനേതാക്കളായിട്ടുള്ളത്. ഗണക സമുദായത്തിൽപ്പെട്ടവരാണ് വേഷങ്ങളും ഗാനങ്ങളും ചിട്ടപ്പെടുത്തുന്നത്. ഐതിഹ്യം. ഈ അനുഷ്ഠാന കലയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അസുര ചക്രവർത്തിയായ ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യ കഥ. അസുര ചക്രവർത്തിയായ ദാരികനെ അടക്കി നിർത്താൻ കഴിയാത്ത ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ അഭയം പ്രാപിച്ചു.
ദാരിക നിഗ്രഹത്തിന് ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മൃത്യുഞ്ജയ മന്ത്രമായിരുന്നു അസുര രാജാവിൻ്റെ അജയ്യതയ്ക്ക് കാരണം. ഇത് ദാരിക പത്നി യുദ്ധസമയങ്ങളിൽ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരുന്നു ദാരികനെ വധിക്കാൻ ആർക്കുമാകാഞ്ഞത്. ദാരികനുമായി യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ആദ്യം കഴിഞ്ഞില്ല. മൃത്യുഞ്ജയ മന്ത്രം മറ്റൊരാൾക്ക് ദാരികൻ്റെ ഭാര്യ ഉപദേശിച്ചു കൊടുത്താൽ അതിൻ്റെ ശക്തി നശിക്കുമെന്ന് ബ്രഹ്മാവ് അസുര രാജാവിനോട് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവപത്നി ശ്രീപാർവതി ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലെത്തി പരിചാരിക ചമഞ്ഞ് മൃത്യുഞ്ജയ മന്ത്രം ദാരികൻ്റെ പത്നിയിൽ നിന്ന് സ്വായത്തമാക്കി. ഇതോടെ ദാരികനെ തോൽപ്പിക്കാൻ ഭദ്രകാളിക്കായി. പാതാളത്തിൽ അഭയം തേടിയ ദാരികൻ്റെ തലയറുത്ത് രക്താഭിഷിക്തയായ കാളിക്ക് കോപമടങ്ങിയില്ല. അതുണ്ടാക്കാമായിരുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയ ശിവൻ അവർക്ക് വഴിയിൽ കിടന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചു. അതിനും കാളിയെ തടയാനായില്ല. പിന്നീട് ശ്രീ മുരുകനെ കാളിയെ അടക്കി നിർത്താൻ ശിവൻ നിയോഗിച്ചു. മുരുകനും അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഒരിടത്തും പഠിക്കാത്തതും അപ്പോൾ തോന്നിയതുമായ ഒരു വിദ്യ പ്രയോഗിക്കാൻ മുരുകൻ നിശ്ചയിച്ചു. അതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും കയ്യെത്തിയെടുത്ത പച്ചിലച്ചാറ്, ചെഞ്ചാറ്, മഞ്ഞൾ, കരിക്കട്ടകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചുപിടിച്ച് രൗദ്രരൂപിണിയായ കാളിയുടെ മുൻപിൽ തുള്ളുകയുണ്ടായി. കോലം കെട്ടിയുള്ള ഈ തുള്ളൽ നടത്തിയത് ശിവൻ്റെ ഭൂതഗണങ്ങളായ നന്ദികേശൻ, രുരു, കുണ്ടോദൻ എന്നിവരാണെന്നും ഐതിഹ്യമുണ്ട്. ശ്രീമുരുകൻ്റെ മെയ്യിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളി അത്ഭുതം കൂറുകയും ശ്രദ്ധ അതിൽ ഏകാഗ്രമാക്കുകയാൽ ക്രമേണ കലിയടങ്ങുകയും കോപം ആറിത്തണുക്കുകയും ചെയ്തത്രേ. ഇതിനെ അനുസ്മരിച്ചാണ് പടയണിക്കോലങ്ങൾ കെട്ടുന്നത് എന്നാണ് ഐതിഹ്യം. അപ്പോൾ പടയണി എന്ന അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും മറ്റുള്ള വിവരങ്ങളും നിങ്ങൾക്ക് പടയണിയെക്കുറിച്ച് ഒരു അവബോധം മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.